ഇവിടെ പല ഏജൻസും ഈ ECFMG പിന്നെ FMG അക്രഡിറ്റേഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി കൊണ്ടുവരുന്നത്. പക്ഷെ പല യൂണിവേഴ്സിറ്റിയിലും അത് കാണാറില്ല. അതിനെക്കുറിച്ചൊക്കെ എന്താ പറയുന്നത്? ചില പേരൻസ് കൺസേൺ ആവുന്നത് ബഡ്ജറ്റിലായിരിക്കും. ബഡ്ജറ്റ് കുറഞ്ഞ യൂണിവേഴ്സിറ്റി നോക്കിയെടുക്കും. ചില പേരൻസ് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള പേരൻസ് അല്ലെങ്കിൽ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ അക്കാഡമിക് ക്വാളിറ്റി നോക്കും. നേരത്തെ അറിയാൻ പറഞ്ഞതുപോലത്തെ ഈ ഇന്ത്യയിൽ FMG എക്സാമിന്റെ അതിന്റെ പാസ് പെർസെൻറ്റേജ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ്. ഇന്ത്യയിൽ FMG എക്സാമിന്റെ പാസ് പെർസെൻറ്റേജ് ഉള്ള യൂണിവേഴ്സിറ്റികൾ മാത്രം നോക്കിയിട്ട് എടുക്കുക എങ്കിൽ ഇന്ന് ഒരു പരിധിവരെ രക്ഷപ്പെടാം. അപ്പോൾ ECFMG അക്രഡിറ്റേഷൻ ഉണ്ടെന്ന് ഏതൊരു വിദ്യാർത്ഥിക്കും ഏതൊരു പേരൻസിനും എനിക്ക് ഇന്റർനെറ്റിൽ കയറി ഗൂഗിളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ WDOMS വേൾഡ് ഡയറക്ടർ ഓഫ് മെഡിക്കൽ സ്കൂളിന്റെ ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ പറ്റും. ഇപ്പോൾ പലപ്പോഴും ഈ റീസെൻ്റ്ലി ആയിട്ട് ഓപ്പൺഡ് ആയിട്ടുള്ള ഇപ്പം 2-3 വർഷം മുമ്പ് ഓപ്പൺ ആയിട്ടുള്ള ഒരു 4 വർഷത്തിനിടയിൽ ഓപ്പൺ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ടാവും. അത്തരം യൂണിവേഴ്സിറ്റികൾ ഫീസ് കുറഞ്ഞതിൻ്റെ പേരിൽ നോക്കിയെടുത്ത് പോകുമ്പോഴും പല ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോ കണ്ടെടുത്ത് പോകുമ്പോഴും അല്ലെങ്കിൽ ഏജന്റിന്റെ കൺവിൻസിങ് കൊണ്ട് അല്ലെങ്കിൽ കൂടെ ഫ്രണ്ട് പഠിക്കുന്നുണ്ട്, അവിടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്യാങ് അങ്ങനെ പോകുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പോകുന്ന തീരുമാനം എടുത്ത് പോകുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള പെടലുകൾ പെടും. തിരിച്ച് ഇന്ത്യയിൽ വന്ന് FMG എക്സാം പാസ്സാൻ സാധിച്ചില്ല എന്ന് കരുതുക. ആ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും കൺട്രി പിടിക്കുക, അടുത്ത രാജ്യം നോക്കി പിടിച്ച് അവിടെ സെറ്റിൽ ആവാൻ നോക്കുക. ECFMG കൂടി ഇല്ലാതായി കഴിഞ്ഞാൽ അക്കാര്യത്തിൽ തീരുമാനം.